വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ട് ഡ്രിങ്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാമും ഈത്തപ്പഴവും ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി കുറച്ച് പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലോണം തിക്കായിട്ടാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രിങ്ക് അങ്ങനെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് കസ്കസാണ്. കസ്കസും ഞാനിവിടെ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കുള്ള പാലൊന്ന് ചൂടാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പാൽ മാത്രമായിട്ട് ഉപയോഗിക്കുക. അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നോക്കണം കേട്ടോ. ഫുൾ പാലായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴേ അതിന് ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി പാൽ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് അരച്ച് വെച്ച ഒരു പേസ്റ്റ് ഇതിലേക്ക് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് കട്ടായിട്ടൊക്കെ നിൽക്കുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ഒരു കസ്റ്റാർഡിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേറെ മധുരത്തിനായിട്ട് പഞ്ചസാര കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാനിവിടെ ലാസ്റ്റായിട്ട് മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഈത്തപ്പഴം ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ വേറെ മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ച് മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര വേറെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം അങ്ങനെ ഒന്ന് കുറുകി വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലോണം കുറുകി അതായത് നല്ല തിക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അത് ഞാൻ വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റായിട്ടാണ് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സും വേണമെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് ആപ്പിളും അതുപോലെ തന്നെ നേന്ത്രപ്പഴം പിന്നെ അനാറും കുറച്ച് മുന്തിരിയും കൂടിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനിയായിട്ട് ലാസ്റ്റായിട്ട് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്കസും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് നല്ലോണം തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഇത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. വെറൈറ്റി ആയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഈ ഒരു പെരുന്നാളിനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.